പ്രത്യേകിച്ച് മനസ്സും അടുത്തു പോയവര്. നമ്മുടെ ഒരു പാപവും ചെയ്യുന്ന നേരത്ത് പാപം നമുക്ക് കൗതുകകരമാണ്, ആകർഷണമാണെങ്കിലും നമ്മൾ ചെയ്തു വെച്ച പാപങ്ങൾ പിന്നീട് വേട്ടപ്പട്ടിയെപ്പോലെ നമ്മുടെ പുറകെ വരുമ്പോൾ, വലിയ നിരാശയിലേക്ക്, കുറ്റബോധത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ, യുവജനങ്ങൾ, കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. അവസാനത്തെ അധ്യായം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. കർത്താവേ, അപ്പം എനിക്ക് ഇനി അവസരമുണ്ടല്ലേ, എനിക്കിനിയൊരു ചാൻസ് ഉണ്ടല്ലേ എന്ന് തോന്നുന്നത് ആ നല്ല കള്ളനെ കാണുമ്പോഴാണ്. കർത്താവ് കുരിശിൽ മരിക്കുകയായിരുന്നില്ല, മറിച്ച് കർത്താവ് കുരിശിൽ നമ്മെ രക്ഷിക്കുകയായിരുന്നു. സ്വർഗത്തിൽ ആദ്യ ഇടം പിടിച്ചവൻ വിശുദ്ധിയുടെ സുഹൃതങ്ങളുടെ നീണ്ട നിരയുള്ള ഒരു പുണ്യവാനല്ല, മറിച്ച് ഒരു ബ്രോക്കൺ ഹിസ്റ്ററിയുള്ള ഒരു കള്ളനാണ്. പ്രാർത്ഥന ഉരുവിടാൻ സ്വരമുയരുന്നില്ലാത്തൊരു നേരത്ത് ഒരു നെടുവീർപ്പ് പോലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നല്ല കള്ളൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നെ ഓർക്കണമേ. ആ പ്രാർത്ഥനയിൽ ഒരു നേരുണ്ട്. എല്ലാവരും മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നല്ല കള്ളൻ കണ്ടത് ഒരു രാജാവിനെയാണ്. ഒരത്ഭുതവും ഈ കള്ളൻ കണ്ടിട്ടില്ല. കള്ളൻ കണ്ടത് കർത്താവിൻ്റെ സഹനമാണ്. കർത്താവിൻ്റെ ഒരു മഹത്വവും ഈ കള്ളൻ കണ്ടിട്ടില്ല. അവൻ കണ്ടത് അപമാനിതനായ ഒരു യുവാവിനെയാണ്. എന്നിട്ടും നല്ല കള്ളൻ അവനിലെ മിശിഹായെ തിരിച്ചറിഞ്ഞെങ്കിൽ അതാണ് നല്ല വിശ്വാസത്തിന്റെ തെളിവ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം, അതിൻ്റെ 35-ാമത്തെ ദിവസം. ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. വിശുദ്ധ കുരിശിനെ, അവൻ്റെ പീഡാസഹനത്തെ, മരണത്തെ വളരെ അടുത്ത് നിന്ന് നമ്മൾ ധ്യാനിക്കുന്നു. അതാണ് ഈ ശുശ്രൂഷ. ഇത് താല്പര്യപൂർവ്വം പങ്കെടുക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഒരു കാര്യം, നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ക്ഷണിക്കുന്ന ഒന്ന്. ഏറെ പേരുടെ ആഗ്രഹമായിരുന്നു. പലരും നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്പറിലേക്കും എനിക്കുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യം, മെസ്സേജ് അയച്ചൊരു കാര്യം, മാർഗം ഒരു പുസ്തകമായിട്ട് ഇറക്കാമോ അച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അങ്ങനെ ഒരു ആഗ്രഹം മുമ്പോട്ട് വന്നപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ആരെക്കൊണ്ട്, കാരണം എൻ്റെ തിരക്കിൽ ഇത് പുസ്തകമാക്കുക, അങ്ങനെയൊന്ന് ഇരുന്ന് എഴുതാനുള്ള സാവകാശമില്ല. ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരാളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ആ വ്യക്തിയെ പ്രാർത്ഥനയിൽ സമർപ്പിക്കണം. അതാണ് ഞാൻ പറയാൻ കാര്യം. ഇത് എഴുതി തുടങ്ങിയിരിക്കുകയാണ്. മാർഗത്തിൻ്റെ എപ്പിസോഡ്സ് അത് എഴുതി തുടങ്ങിയിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് അടുത്ത ആഴ്ച അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കും. അതിൻ്റെ പ്രീ പബ്ലിഷിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നേരത്തെ ഓർഡർ എടുക്കാവുന്ന രീതിയിൽ അതനുസരിച്ച് പ്രിൻ്റ് ചെയ്താൽ മതിയല്ലോ എന്നോർത്താണ്. അത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും പുസ്തകം. നിങ്ങൾ ഒരുങ്ങുക, എല്ലാം കർത്താവിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ എഴുതുന്നയാൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ ഒത്തിരി അഭിഷേകം നൽകാൻ, പരിശുദ്ധാത്മാവിന് നിറവ് കൊടുക്കാനും, അത് വായനക്കാരിലേക്ക് ഏറ്റവും ഹൃദ്യമായും അഭിഷേകത്തോടെയും എത്താനും ഈ വ്യക്തിയെ ഒരുക്കാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഒരു ആമുഖം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ടോക്കിലേക്ക്, ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനം അവസാന മണിക്കൂറിലെ പ്രത്യാശയും കർത്താവിൻ്റെ കരുണയും. എന്തായിരിക്കും സംഭവം? നല്ല കള്ളൻ. നമ്മൾ ഇന്ന് നല്ല കള്ളനെ ധ്യാനിക്കുകയാണ്. ഒരു പക്ഷേ ഈശോയുടെ പീഠാനുഭവ രംഗങ്ങൾ, മരണം ഒക്കെ ധ്യാനിക്കുമ്പോൾ, ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരാശ്വാസം തോന്നുന്ന ഒരു രംഗം അതാണ്. കർത്താവേ, അപ്പോൾ എനിക്ക് ഇനി അവസരമുണ്ടല്ലേ, എനിക്കിനിയൊരു ചാൻസ് ഉണ്ടല്ലേ എന്ന് തോന്നുന്നത് ആ നല്ല കള്ളനെ കാണുമ്പോഴാണ്. ഒരാശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ കാഴ്ചയാണ് നല്ല കള്ളൻ. ആ നല്ല കള്ളനോട് ചേർന്ന് കർത്താവിൻ്റെ കുരിശിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്, ക്രോസ് ഈസ് നോട്ട് ദ പ്ലേസ് വെയർ ജീസസ് ഡൈഡ്. കുരിശിനെ ഈശോ മരിച്ച ഇടം മാത്രമായിട്ട് ചുരുക്കിക്കളയരുത്. ജീസസ് വാസ് നോട്ട് ജസ്റ്റ് ഡൈയിങ് ഓൺ ദ ക്രോസ്, ബട്ട് ഹി വാസ് സേവിങ് ഓൺ ദ ക്രോസ്. കർത്താവ് കുരിശിൽ മരിക്കുകയായിരുന്നില്ല, മറിച്ച് കർത്താവ് കുരിശിൽ നമ്മെ രക്ഷിക്കുകയായിരുന്നു. അതാണ് നല്ല കള്ളൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ എപ്പിസോഡ് അതാണ്.
കർത്താവ് കുരിശിൽ കേവലം മരണം വരിക്കുകയായിരുന്നില്ല, മറിച്ച് നമുക്ക് രക്ഷ സമ്മാനിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വലിയ ആശ്വാസമാണ് നല്ല കള്ളനെ കാണുമ്പോൾ. കാരണം സ്വർഗത്തിൽ ആദ്യം ഇടം പിടിച്ചവൻ വിശുദ്ധിയുടെ സുഹൃതങ്ങളുടെ നീണ്ട നിരയുള്ള ഒരു പുണ്യവാനല്ല, മറിച്ച് ഒത്തിരി ദുരനുഭവങ്ങളുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ബ്രോക്കൺ ഹിസ്റ്ററിയുള്ള ഒരു കള്ളനാണ് എന്നത് നമുക്ക് വീണ്ടും കൺസോളിങ് ട്രൂത്താണ്. സ്റ്റിൽ വി ഹാവ് ഗോട്ട് എ ചാൻസ്. നമുക്കിനിയും ഒരു അവസരം അവശേഷിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് നല്ല കള്ളൻ. ട്രഡീഷൻ, പാരമ്പര്യം ഈ നല്ല കള്ളനെ വിളിക്കുന്നത് ഡിസ്മാസ് എന്ന പേരാണ്. ഐക്കൺ ഓഫ് ഹോപ്പ് അറ്റ് ദ ലാസ്റ്റ് അവർ. അവസാന മണിക്കൂറിൻ്റെ പ്രത്യാശയുടെ ബിംബമാണ്, ഇമേജാണ് നല്ല കള്ളൻ. ഇന്ന് ഈ നല്ല കള്ളനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഞാനിത് ആദ്യമേ പറഞ്ഞു, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നല്ല കള്ളനെ ധ്യാനിക്കുമ്പോൾ നമുക്കൊക്കെ ഇതിനകത്തൊരു പങ്കുണ്ട്. എന്നറിയാമോ? നല്ല കള്ളനെ ധ്യാനിക്കുമ്പോൾ വൈകിപ്പോയി എന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ള ദൂതാണ് നല്ല കള്ളൻ. ഇറ്റ്സ് ടു ലേറ്റ് ഫോർ മീ, എൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ആശ്വാസമാണ് നല്ല കള്ളൻ. ഐ ഹാവ് വേസ്റ്റഡ് മൈ ലൈഫ്, എൻ്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള പ്രചോദനത്തിൻ്റെ പേരാണ് നല്ല കള്ളൻ. മൈ സിൻസ് ആർ ടു മെനി, എൻ്റെ പാപങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന് നീ കരുതുന്നോ? നല്ല കള്ളൻ്റെ മുഖത്തേക്ക്, നല്ല കള്ളനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഐ ഡോണ്ട് ഡിസേർവ് മേഴ്സി, ഞാൻ കരുണ അർഹിക്കുന്നില്ല, അത്രമേൽ മഹാപരാധിയാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നെങ്കിൽ നല്ല കള്ളൻ വീണ്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ഐ കനോട്ട് ചേഞ്ച് നൗ, ഇനിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ വീണ്ടും നോക്കേണ്ടത് നല്ല കള്ളനിലേക്കും ഈശോയിലേക്കും. അതായത് നല്ല കള്ളനുമായി ബന്ധപ്പെട്ട ആ കാഴ്ചയിൽ നമ്മൾ തിരിച്ചറിയുകയാണ്, നിന്റെ ചരിത്രത്തെക്കാൾ വലുതാണ് കർത്താവിൻ്റെ കരുണ. നിന്റെ ചരിത്രത്തെക്കാൾ വലുതാണ് കർത്താവിൻ്റെ കരുണ. നിന്റെ തോൽവികളേക്കാൾ വലുതാണ് കർത്താവ് നൽകുന്ന കൃപ. നിന്റെ നിരാശയേക്കാൾ വലുതാണ് കർത്താവ് നിറയ്ക്കുന്ന പ്രത്യാശ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ മിശിഹായല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. ഇതാണ് നല്ല കള്ളനും ഈശോയും തമ്മിലുള്ള ആ രംഗം. സുവിശേഷത്തെ മുഴുവൻ ഒരു മിനിയേച്ചറായിട്ട് ചുരുക്കിയാൽ നമ്മൾ ചൊല്ലേണ്ട ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന ഇവിടെ നല്ല കള്ളൻ നമ്മളെ ചൊല്ലിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ജീസസ് റിമെമ്പർ മീ. ഒന്നും പ്രാർത്ഥിക്കാൻ ആവതില്ലാത്തൊരു നേരത്ത്, കുരിശിലേക്ക് നിന്റെ കൈത്തണ്ടയും കാലും അടിച്ച് തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു നേരത്ത്, പ്രാർത്ഥന ഉരുവിടാൻ അധരം സ്വരമുയരുന്നില്ലാത്തൊരു നേരത്ത്, ആ നേരത്തും ഒരു നെടുവീർപ്പ് പോലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നല്ല കള്ളൻ്റെ പ്രാർത്ഥനയാണ്. ജീസസ് റിമെമ്പർ മീ. കർത്താവേ എന്നെ ഓർക്കണമേ, കർത്താവേ എന്നെ ഓർക്കണമേ. ആ പ്രാർത്ഥന ഒരു പെർഫെക്റ്റ് പ്രയർ അല്ല, ഒരു നീളൻ പ്രാർത്ഥനയല്ല, ഒരു പോളിഷ്ഡ്, ഒരു മികവുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ആ പ്രാർത്ഥനയിൽ ഒരു നേരുണ്ട്, സത്യമുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ എന്നെ ഓർക്കണമേ. പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത് നമ്മൾ എപ്പോഴും ധ്യാനിക്കാറുള്ള സഹനദാസൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 12-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ദ സഫറിങ് സെർവൻറ്റ് എമംഗ് സിന്നേഴ്സ്. പാപികളുടെ കൂടെ എണ്ണപ്പെടുന്ന സഹനദാസനെ നമുക്ക് കാണാൻ പറ്റും. ഈ ഇരു കള്ളന്മാരുടെ നടുവിൽ ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ആ വാക്യം അന്വർത്ഥമാവുകയാണ്. രണ്ടാമത്, മോശ ഉയർത്തിയ പിത്തള സർപ്പം. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സസ് 4-9. സംഖ്യ
21 4 മുതൽ 9 വരെയുള്ള വാക്യം. മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിലേക്ക് നോക്കിയവർ സുഖമാക്കപ്പെട്ടു. ഇവിടെ കർത്താവ് ഉയർത്തപ്പെടുകയാണ്. രക്ഷയുടെ അടയാളമായി കുരിശ് ഉയർത്തപ്പെടുന്നു. ആ കുരിശിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിക്കുന്നു. അതിലാദ്യം രക്ഷ പ്രാപിച്ചവൻ നല്ല കള്ളൻ. അവൻ ഈശോയിലേക്ക് നോക്കി, അവൻ രക്ഷ അനുഭവിക്കുന്നു, സ്വർഗം സ്വന്തമാക്കുന്നു. എക്സഡസ്, പുറപ്പാട് പുസ്തകം 12 പെസഹായുടെ നേരത്ത്, കടന്നുപോകൽ നേരത്ത് സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കട്ടളപ്പടിയിൽ തളിക്കപ്പെട്ട രക്തത്താലെ ഒരു കുടുംബം, തലമുറ രക്ഷിക്കപ്പെടുന്നു. അതായത് നോട്ട് ഓൺ ദെയർ മെറിറ്റ്, ആരുടെയും മികവ് കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുന്നു. ഇവിടെ നല്ല കള്ളൻ രക്ഷിക്കപ്പെടുന്നത് അവൻ്റെ മികവ് കൊണ്ടല്ല, അവൻ്റെ വിശുദ്ധി കൊണ്ടല്ല, മറിച്ച് രക്തത്താലെ അവൻ രക്ഷിക്കപ്പെടുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താലെ, കർത്താവിൻ്റെ ബലിയാലെ. വീണ്ടും യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച, യോന ദൈവത്തിൻ്റെ നീതി നടപ്പിലാകണമെന്ന് ആഗ്രഹിച്ചു, ദൈവം കരുണ നടപ്പിലാക്കി. അതുപോലെ ഇവിടെ നല്ല കള്ളൻ ശിക്ഷയ്ക്ക് പാത്രമാകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ വീണ്ടും പ്രവർത്തിക്കുന്നു. ഈ പഴയ നിയമത്തിലെല്ലാം ഈ കുരിശുമരണത്തിൻ്റെ, ഈ നല്ല കള്ളനോടൊപ്പമുള്ള ഈ രംഗത്തിൻ്റെ നിഴല് കിടപ്പുണ്ടെന്ന് തിരിച്ചറിയാം. ഇനി രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ സ്ഥാനം, രക്ഷാകര ചരിത്രത്തിൽ ഈ നല്ല കള്ളൻ കർത്താവിനോട് നടത്തിയ സംസാരത്തിന്, ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റുപറച്ചിനുള്ള സ്ഥാനം, പവർലെസ് ആയിട്ട്, ശക്തിരഹിതനായി കർത്താവ് കാണപ്പെടുന്നൊരു നേരത്ത് നല്ല കള്ളൻ കർത്താവിനോട് പ്രാർത്ഥന ഉയർത്തുകയാണ്. എല്ലാവരും മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, വെൻ ഓൾ ഓഫ് ദം സീ എ ഡൈയിങ് മാൻ, നല്ല കള്ളൻ കണ്ടത് ഒരു രാജാവിനെയാണ്. അതുകൊണ്ടല്ലേ നല്ല കള്ളൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ദാ ഇവിടെ കുരിശ് സിംഹാസനമാകുന്നു. കുരിശ് കർത്താവിൻ്റെ ത്രോണാണെന്ന്, സിംഹാസനമാണെന്ന് പല ആവർത്തി നമ്മൾ പറഞ്ഞു. ഇവിടത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കപ്പെടുകയാണ്. കുരിശ് സിംഹാസനമായതുകൊണ്ടല്ലേ നല്ല കള്ളൻ രാജാവിനോടെന്ന പോലെ പ്രാർത്ഥിച്ചത്, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. പിതാക്കന്മാരുടെ ധ്യാനങ്ങൾ. അഗസ്തിനോസ് പുണ്യാളൻ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് an example of pure grace, അങ്ങേയറ്റം ദൈവകൃപ പ്രവർത്തിച്ച ഒരു നിമിഷം. യോഗ്യത ഏതുമില്ല നല്ല കള്ളന്, നോട്ട് അറ്റ് ഓൾ ഓൺ ഹിസ് മെറിറ്റ്, അവൻ്റെ യോഗ്യതയാലെ അല്ല, മറിച്ച് പ്യുവർ ഗ്രേസ് വർക്ക് ചെയ്ത നേരം. ഒപ്പം അഗസ്തിനോസ് ഒരു കോൺട്രാസ്റ്റ് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് കർത്താവിൻ്റെ ചാരത്ത് 2 കള്ളന്മാരുണ്ട്. പ്രോക്സിമിറ്റി, സാമീപ്യം കൊണ്ട് കാര്യമില്ലെന്ന്. കർത്താവിൻ്റെ ചാരത്ത് നിൽക്കുന്നതാണ് കാര്യമെങ്കിൽ ഇരുവശത്തും കിടന്ന കള്ളന്മാർ മാനസാന്തരപ്പെടുകയും സ്വർഗം സ്വന്തമാക്കുകയും ചെയ്യേണ്ടതല്ലായിരുന്നോ? പക്ഷേ സാമീപ്യമല്ല പ്രധാനപ്പെട്ടത്, നിന്റെ വിശ്വാസവും നിന്റെ സമർപ്പണവുമാണ് പ്രധാനപ്പെട്ടത്. യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ സറണ്ടറിങ് മാറ്റേഴ്സ്. അതിൻ്റെ തെളിവാണ് നല്ല കള്ളൻ. ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, ഈ നല്ല കള്ളൻ്റെ വിശ്വാസത്തെയാണ് ക്രിസോസ്റ്റം പിതാവ് പ്രകീർത്തിക്കുന്നത്. പിതാവ് പറയുന്നത്, ഒരത്ഭുതവും ഈ കള്ളൻ കണ്ടിട്ടില്ല, ഒരത്ഭുതവും ഈ കള്ളൻ കണ്ടിട്ടില്ല. കള്ളൻ കണ്ടത് കർത്താവിൻ്റെ സഹനമാണ്. കർത്താവിൻ്റെ ഒരു മഹത്വവും ഈ കള്ളൻ കണ്ടിട്ടില്ല. അവൻ കണ്ടത് അപമാനിതനായ ഒരു യുവാവിനെയാണ്. എന്നിട്ടും നല്ല കള്ളൻ അവനിലെ മിശിഹായെ തിരിച്ചറിഞ്ഞെങ്കിൽ അതാണ് നല്ല വിശ്വാസത്തിൻ്റെ തെളിവ്. അത്ഭുതം കണ്ടിട്ടല്ല, മഹത്വം കണ്ടിട്ടല്ല, സഹനമേ കണ്ടുള്ളൂ, അപമാനമേ കണ്ടുള്ളൂ. എന്നിട്ടും കർത്താവിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ സാധ്യതയെ നല്ല കള്ളൻ തിരിച്ചറിഞ്ഞെങ്കിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് വലുതാണ് എന്ന് തിരിച്ചറിയുക. അപ്രയം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, കള്ളൻ സ്വർഗം കട്ടു എന്നാണ്. കട്ട് ഒടുക്കം കള്ളൻ സ്വർഗവും കട്ടെടുത്തു. ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ അവനെല്ലാം മോഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഏറ്റവും വലിയ നിധി അവന് സൗജന്യമായി നൽകപ്പെട്ടു. ഇതുവരെയെല്ലാം കട്ടെടുത്ത് സ്വന്തമാക്കിയവന് ഒടുവിലത്തെ സമ്മാനം മിശിഹ സൗജന്യമായി നൽകി. അവനൊടുക്കം ഈ സ്വർഗം നേടിയെടുത്തത് അത് വയലൻസിലൂടെയല്ല, അത് വെട്ടിപ്പിടിച്ചതല്ല, മറിച്ച് മാനസാന്തരത്തിലൂടെ. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പലതും നേടിയെടുക്കാൻ ഏറ്റവും എളുപ്പ വഴി മാനസാന്തരപ്പെടുക,
കർത്താവിൽ ശരണപ്പെടുക. സഭയുടെ പഠിപ്പീരിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 545 ഈശോ പാപികളെ തന്നിലേക്ക് ക്ഷണിക്കുന്നതും അവൻ വന്നത് തന്നെ പാപികളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ള ഭാഗത്തെ കൂടുതൽ വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. ഈ നല്ല കള്ളനും ഈശോയും തമ്മിലുള്ള ഈ രംഗമില്ലേ, ഇതിനെ ഒരു നല്ല കുമ്പസാരമായിട്ട് തന്നെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. പൊതുവേ നമ്മൾ കുമ്പസാരത്തിൻ്റെ ധ്യാനമായിട്ട് എടുക്കുന്നത് ധൂർത്തപുത്രനെയല്ലേ. പക്ഷെ ഇവിടെ ഈ നല്ല കള്ളൻ കടന്നു പോയ ഒരു 5 ഘട്ടം അതൊരു കുമ്പസാരത്തിൻ്റെ പ്രോപ്പർ മോഡലായിട്ട് നമുക്ക് തിരിച്ചറിയാം. ഒന്നാമത്തത്, നല്ല കള്ളൻ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ അംഗീകരിക്കുന്നു. അഡ്മിഷൻ ഓഫ് സിൻ. അതാണ് നല്ല കള്ളൻ മറ്റേ കള്ളനോട് നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അഡ്മിറ്റിംഗ് വൺസ് ഓൺ സിൻ, അതാണ് കുമ്പസാരത്തിൻ്റെ ആരംഭം. നമ്മുടെ പാപത്തെ നമ്മൾ തിരിച്ചറിയുക, ഏറ്റുപറയുക. 2, ഫിയർ ഓഫ് ഗോഡ്. ദൈവത്തെ ഭയമില്ലേ എന്നാണ് മറ്റേ കള്ളനോട് ഈ നല്ല കള്ളൻ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇയാൾക്ക് ദൈവഭയമുണ്ട്. മൂന്നാമത്തത്, റെക്കഗ്നിഷൻ ഓഫ് ക്രൈസ്റ്റ്. മിശിഹായെ തിരിച്ചറിയുന്നു, നമ്മുടെ പാപാവസ്ഥ തിരിച്ചറിയുന്നു, ദൈവഭയമുണ്ടാകുന്നു, മിശിഹായുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. നാലാമത്തത്, പ്ലീ ഫോർ മേഴ്സി. കരുണയ്ക്കായുള്ള നിലവിളി നല്ല കള്ളനിൽ നിന്ന് ഉയരുന്നു. കുമ്പസാരവും ആഫ്റ്റർ ഓൾ എന്താണ്? അവർ പ്ലീ ഫോർ ഡിവൈൻ മേഴ്സി. ദൈവകരുണയ്ക്കുള്ള നിലവിളിയാണ് കുമ്പസാരം. ആൻഡ് ഫൈനലി കുമ്പസാരം അവസാനിക്കേണ്ടത് സാൽവേഷൻ, പ്രോമിസ് ഓഫ് സാൽവേഷൻ, കൺഫർമേഷൻ ഓഫ് സാൽവേഷൻ. രക്ഷ ഇന്ന് ഇപ്പോൾ ഇവിടെ നിനക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ് ഓരോ കുമ്പസാരത്തിൻ്റെയും ആശീർവാദം. അപ്പോൾ കുമ്പസാരത്തിൻ്റെ മോഡലായിട്ട് നല്ല കള്ളൻ മാറുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഈ നല്ല കള്ളനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ഐക്കൺ ഓഫ് റിസീവിങ് ഡിവൈൻ മേഴ്സി. ദൈവകരുണ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ചിത്രമാണ് നല്ല കള്ളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്, ഈ കള്ളന് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. പിന്നെന്താ, എങ്ങനെയാണ് അവൻ രക്ഷിക്കപ്പെട്ടത്? ജസ്റ്റ് ആൻ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായുള്ള കണ്ടുമുട്ടൽ തന്നെ അവന് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തു. ഈ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ് അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവുമായുള്ള കണ്ടുമുട്ടലാണ് പ്രധാനമെന്നാണ്. ഏറെ പ്രാർത്ഥന, ഒത്തിരി നേരം ഉരുവിട്ടല്ല അവൻ സ്വർഗം നേടിയെടുത്തത്. കർത്താവുമായി തുറവിയുള്ളൊരു കണ്ടുമുട്ടലിൽ അവൻ സ്വർഗം സ്വന്തമാക്കി. നമുക്ക് ഇന്ന് ധ്യാനിക്കാനുള്ള ഇതിൻ്റെ പ്രായോഗിക തലം ഈ കാര്യം ഓർക്കണേ. നമ്മൾ ഈ എഴുതിത്തള്ളിയ മനുഷ്യരില്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇനി ഇവൻ നന്നാകാൻ പോകുന്നില്ല, എഴുതിത്തള്ളിയ മനുഷ്യർ. അങ്ങനെ നമ്മൾ എഴുതിത്തള്ളിയ മനുഷ്യരെ ഇന്ന് ഓർത്തെടുത്തിട്ട് നല്ല കള്ളനെ കൂടി ഓർക്കണം. ആരെയും എഴുതിത്തള്ളരുത്. ശിക്ഷയുടെ അവസാന നേരത്ത് നല്ല കള്ളൻ മാനസാന്തരപ്പെട്ടെങ്കിൽ നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ട് ഉപേക്ഷിച്ച ഇടങ്ങളിൽ, ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ അവിടുന്നൊക്കെ ഒരു നന്മ ഇനിയും ഉരുത്തിരിയുമെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് ദോസ് പീപ്പിൾ ഹു ആർ റിട്ടൺ ഓഫ് ഇൻ യുവർ ലൈഫ്, എഴുതിത്തള്ളപ്പെട്ട മനുഷ്യരെ ഓർക്കണം. യുവജനങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, പ്രത്യേകിച്ച് മനസ്സും അടുത്തു പോയവർ, നമ്മുടെ ഒരു പാപവും ചെയ്യുന്ന നേരത്ത് പാപം നമുക്ക് കൗതുകകരമാണ്, ആകർഷണമാണെങ്കിലും നമ്മൾ ചെയ്തു വെച്ച പാപങ്ങൾ പിന്നീട് വേട്ടപ്പട്ടിയെപ്പോൾ നമ്മുടെ പുറകെ വരുമ്പോൾ, വലിയ നിരാശയിലേക്ക്, കുറ്റബോധത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ, യുവജനങ്ങൾ, കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഡു നോട്ട് ലൂസ് ഹോപ്പ്. നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ബിക്കോസ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഈസ് നോട്ട് യെറ്റ് റിട്ടൺ. അവസാനത്തെ അധ്യായം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. ഒരു ട്വിസ്റ്റ് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ തകർന്നു, ഞാൻ അങ്ങേയറ്റം പാപിയാണ്, ഇനി എനിക്ക് ദൈവകരുണയ്ക്ക് പോലും അവകാശമില്ല, എൻ്റെ ജീവിതം നാശമായി പോയി എന്നൊക്കെ ചിന്തിക്കുന്നവർ, അങ്ങനെ ചിന്തിച്ച് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നവർ ഓർക്കണേ, ഡു നോട്ട് ലൂസ് യുവർ ഹോപ്പ്. നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയരുത്. ബിക്കോസ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഈസ് നോട്ട് യെറ്റ് റിട്ടൺ. നിന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധ്യായം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ മതി, നിന്റെ ജീവിതത്തിൻ്റെ ശൈലി, ജീവിതത്തിൻ്റെ വർണ്ണം മാറും. അതുകൊണ്ട് നമുക്കും ഇന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, അത്തരമൊരു കണ്ടുമുട്ടൽ ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന, യു ടേൺ തിരിക്കുന്ന ഒരു കണ്ടുമുട്ടൽ നീയുമായി ഉണ്ടാകുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അത്തരമൊരു കണ്ടുമുട്ടലിന് കരുണയോടെ ഞങ്ങളുടെ ചാരത്തെത്തണേ കർത്താവേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.